ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ബദാം, ഈത്തപ്പഴം, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈത്തപ്പഴത്തിൻ്റെയൊക്കെ കുരു കളഞ്ഞാണ് നമ്മളിതാ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴമാണ്. നമുക്കതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം, ഇത്രയും നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ കട്ട പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് അല്ലാത്ത സാദാ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു തണുപ്പിന് വേണ്ടി കട്ട പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്നെസ്സിൽ തന്നെ നമുക്കിതാ ഈ ഷേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു തിക്നെസ് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.